പക്ഷിപ്പനി സ്ഥിരീകരിച്ച കോട്ടയം നീണ്ടൂർ പഞ്ചായത്തിൽ രോഗപ്രതിരോധം ഉറപ്പാക്കുന്നതിനായി ദ്രുതകർമ്മസേന 3500 താറാവിൻ കുഞ്ഞുങ്ങളെ നിർമ്മാർജ്ജനം ചെയ്തു. ഇതിൽ 3300 താറാവുകളും രോഗബാധ കണ്ടെത്തിയ ഫാമിലേതാണ്. താറാവുകളെ രാത്രിയിൽ സമീപത്തെ ഒഴിഞ്ഞ തുരുത്തിൽ കത്തിച്ച് നശിപ്പിച്ചു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച നീണ്ടൂരിലെ ഫാമിലെ താറാവുകളടക്കം 3810 വളർത്തുപക്ഷികളെ ദ്രുതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ നിർമ്മാർജ്ജനം ചെയ്തു. ഇതിൽ 200 പക്ഷികൾ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നവയാണ്. ഫാമിലും 1 കിലോമീറ്റർ ചുറ്റളവിലുമുള്ള മേഖലയിലുമുള്ള വളർത്തുപക്ഷികളെയാണ് കൊന്നത്. 40 പേർ അടങ്ങുന്ന 8 ദ്രുതകർമ്മ സേനാംഗങ്ങളാണ് പക്ഷികളെ നിർമ്മാർജ്ജനം ചെയ്തത്. ഫാമിന് സമീപത്തുള്ള പാടശേഖരത്തിന് നടുവിലായി കുഴിയെടുത്ത ശേഷം താറാവുകളെ ചാക്കുകളിലാക്കി കുഴിയിൽ നിക്ഷേപിച്ചു. രാത്രിയോടെ കത്തിക്കുകയായിരുന്നു. നീണ്ടൂർ മേഖലയിൽ 10500 പക്ഷികളെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്ക്. പ്രവൃത്തി ഇന്നും തുടരും. ജില്ലയിൽ മുഴുവൻ കർശന ജാഗ്രത പുലർത്താനും കളക്ടർ മൃഗസംരക്ഷണ വകുപ്പിന് നിർദ്ദേശം നൽകി. താറാവുകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ദ്രുതകർമ്മ സേനാംഗങ്ങളെ 10 ദിവസം ക്വാറന്റൈനിൽ അയക്കും. പക്ഷിപ്പനി ബാധിച്ച താറാവുകളുടെ സ്രവമോ അവശിഷ്ടങ്ങളോ ശരീരത്തിൽ പറ്റിയാൽ ഇത് അസുഖം ബാധിക്കുന്നതിന് ഇടയാക്കും. ഇതൊഴിവാക്കുന്നതിനാണ് ദ്രുതകർമ്മ സേനാംഗങ്ങളെ ക്വാറന്റൈനിൽ അയക്കുന്നത്. ചീപ്പുങ്കലടക്കം പല സ്ഥലങ്ങളിലും ചത്ത താറാവുകളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇവയുടെ പരിശോധനാ ഫലം ലഭിക്കാനുമുണ്ട്. മീഡിയ 1 കോട്ടയം.